ജോസഫ് സി മാത്യു, നമ്മൾ നേരത്തെ ഈ തൃശ്ശൂരിലെയും വയനാട്ടിലെയും ഒക്കെ കാര്യം പറയും. ഇപ്പോൾ ഈ ആരോപണം ഉയർന്നു വന്ന ഉടനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു മൗനം BJP-യുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. പക്ഷെ പെട്ടെന്ന് അനുരാഗ് ഠാക്കൂറിനെ പോലെ ഒരാൾ തിരിച്ചടിച്ചത്, അത് പലയിടങ്ങളിലും ഇങ്ങനെ കൃത്രിമത്വമൊക്കെ നടന്നിട്ടുണ്ട്. കൽപ്പറ്റയിലും തിരുവമ്പാടി മണ്ഡലത്തിലുമൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് അദ്ദേഹം പറഞ്ഞത് 93,499 കള്ളവോട്ടുകൾ അല്ലെങ്കിൽ സംശയാസ്പദമായ വോട്ടുകൾ ഉണ്ട് എന്നതാണ്. അതിൽ ചൗണ്ടേരി എന്ന വീട്ടിൽ വിവിധ മതസ്ഥരായ ആളുകൾ, വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. അതായത് ഇത് ഒരു സാർവത്രികമായ, അതായത് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിൽ പോലും ഇത് ഉണ്ടായിട്ടുണ്ട് എന്നും അതിന് നമുക്കങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സംവിധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു കുറ്റം പറയാൻ കഴിയില്ല എന്ന അർത്ഥത്തിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ പിന്നീട് ചൗണ്ടേരി എന്നത് ഒരു സ്ഥലപ്പേരാണെന്നും അവിടെ വിവിധ സമുദായക്കാർ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വോട്ടർ പട്ടികയിൽ അതുണ്ടാകുമെന്ന് നമുക്ക് തെളിഞ്ഞു. പക്ഷേ തൃശ്ശൂരിൽ BJP-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വ്യക്തതയും വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. BJP ഭരിക്കുന്ന തൃശ്ശൂരിലെ അവനിശ്ശേരി പഞ്ചായത്തിൽ BJP നേതാവിൻ്റെ വീട്ടിൽ 17 വോട്ടുകൾ ചേർത്തു എന്നതാണ് ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു ആരോപണം. നാട്ടികയിൽ 69-ാം നമ്പർ ബൂത്തിൽ ഏതാണ്ട് 79 പേരെ ചേർത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ അവർക്ക് ആദ്യമായി ഇവിടുന്ന് ഒരു ലോക്സഭാംഗത്തെ കിട്ടിയ, അവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായ പ്രദേശത്തെ വിജയത്തെ സംശയാസ്പദമായ നിലയിൽ നിർത്തുന്ന കുറേ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിലൊക്കെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലും ഒരു ആത്മാർത്ഥത താങ്കൾ കാണുന്നുണ്ടോ? അതോ ഇതിനെല്ലാം പിന്നിൽ എവിടെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സാധാരണക്കാർ സംശയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ശ്രീ ജോസഫ് സി മാത്യു. ഗോപികൃഷ്ണൻ, ഇത് പണ്ടൊരു അഭിഭാഷകൻ പറഞ്ഞു, ഇഫ് യു കനോട്ട് കൺവിൻസ് കൺഫ്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇത് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ പിശകുകളുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും, നേരത്തെ ഇവിടെ നമ്മുടെ മന്ത്രി പറഞ്ഞതുപോലെ സംവിധാനത്തിൻ്റെ തകരാറാണ് ഇതൊന്നും അല്ലാതെ ഞാൻ ഉത്തരവാദിയല്ലെന്നും ഒക്കെ പറയാൻ ശ്രമിക്കുകയാണ് ഇവർ. ഇപ്പോൾ ഇന്ന് ദേശാഭിമാനി നമ്മൾ പരിശോധിച്ച ഒരു വാർത്ത, വീട് പൂട്ടിപ്പോകരുതേ, കോൺഗ്രസ്സുകാർ ഇത് എഴുതിയെടുത്ത് കളയും എന്നാണ്. അത് ചില ലോക്കൽ തെഫ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തയാണ്. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കുന്നത്, ഇവിടുത്തെ ഒരു ക്രമസമാധാന പാലനം ഉണ്ടല്ലോ. ഒരാൾക്ക് വീട് പൂട്ടി പോകാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഇത് കവർന്നെടുത്തുകൊണ്ട് പോകുമെങ്കിൽ ആ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം തകർന്നു എന്നും കൂടിയാണ് പറയുന്നതിൻ്റെ ഒരർത്ഥം. ഞാൻ ഈ വിഷയത്തിലോട്ട് വന്നാൽ ഞാൻ പറയാൻ വന്നത്, അനുരാഗ് ഠാക്കൂർ പറയുന്നത് ഇവിടുത്തെ സംവിധാനം ഇവർ താറുമാറാക്കി എന്നുള്ള കുറ്റസമ്മതമാണ്. അതാര് ചെയ്തു എന്നുള്ളത് വേറെ. ഈ അനധികൃതമായി ചേർക്കപ്പെടുന്ന വോട്ടർമാർ യഥാർത്ഥത്തിൽ പോയി ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ, അവരുടെ മൗലികാവകാശം. പക്ഷേ ഈ സംവിധാനം കുറ്റമറ്റതായി നിലനിർത്താൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനം എന്നുള്ള ഉയർന്ന തസ്തികയിൽ നമ്മൾ, അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥാപനങ്ങളെ അവരുടെ നിയമന സമയം മുതൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ് നിയമിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ദുഷ്യന്തുവെ എന്നുള്ള അഭിഭാഷകൻ, ഈ കേസിലും അഭിഭാഷകനായിരുന്നു, അദ്ദേഹം കരഞ്ഞുകൊണ്ട് രാജ്യത്തോട് പറയുന്നത് നമ്മൾ കേട്ടു. അടുപ്പിച്ചു വന്ന 6 or 7 ചീഫ് ജസ്റ്റിസുമാർ, ദേ ഫെയിൽഡ് ദ നേഷൻ, ദേ ഫെയിൽഡ് ദി സുപ്രീം കോർട്ട്, ദേ ഫെയിൽഡ് ജസ്റ്റിസ് എന്ന് പറയാണ്. എന്താ കോടതി ലക്ഷ്യത്തിന് കേസൊന്നും എടുക്കുന്നില്ലേ? എന്താണ് ഇവിടുത്തെ ജുഡീഷ്യറിക്ക് മിണ്ടാട്ടമില്ലാത്തത്? ഇതിലും വലിയ ആരോപണമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്തത്? അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ എക്സിക്യൂട്ടീവിനുണ്ട്. അദ്ദേഹം പറയുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കൊളീജിയത്തിലാണ് ഞാൻ ആരോപിക്കുക എന്നുള്ളത്. അതായത് നിയമനത്തിൻ്റെ സമയത്ത് തന്നെ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇത് പലതും. ഇവിടെയും അത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് നിയമിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ഇവരുടെ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് ഞാൻ ചോദിച്ചത്. അവിടെ മുതൽ ഇത് പാളുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് ഇത്രത്തോളം ഇവിടുത്തെ പൊതുജനങ്ങൾ അത് ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. ഇതിപ്പോൾ നേരത്തെ കാരശ്ശേരി മാഷൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, 6 മാസത്തെ ഗൃഹപാഠത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജോലി വളരെ ദുഷ്കരമാക്കിയ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തികൾ. കാര്യം അവർക്കറിയാം, ഇത് ചോദിക്കുമ്പോഴേ അറിയാം ഇത് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത് ദുഷ്കരമാക്കുന്നത്. അതുകൊണ്ട് ആണ് അനുരാഗ് ഠാക്കൂറിന് അത് കിട്ടുമ്പോൾ അത്ര ദുഷ്കരമല്ലാത്തത്. അദ്ദേഹം പറയുന്നത് വയനാട് ജില്ലയിൽ 3 യമുനമാർ വേണ്ടെന്നാണ്. ഈ ആഗ്രയിൽ എത്ര കാക്ക എന്നൊക്കെ ചോദിച്ചതുപോലെയാണ് അദ്ദേഹം ഇതിന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സംവിധാനത്തെ മുഴുവൻ താറുമാറാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ള ചോദ്യമാണ്. അങ്ങനെ താറുമാറായ ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥവും കൂടി.
നമ്മൾ EVM-ന്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം, വൈൽ വി അക്നോളജ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് വോട്ടേഴ്സ് ടു എൻഷുർ ദെയർ വോട്ട് ഈസ് ആക്യുറേറ്റ്ലി റെക്കോർഡഡ് ആൻഡ് കൗണ്ടഡ്, ദി സെയിം കനോട്ട് ബി ഇക്വേറ്റഡ് വിത്ത് ദി റൈറ്റ് ടു 100% കൗണ്ടിങ് ഓഫ് VVPAT slips or a right to physical access to the VVPAT slips which the voter should be permitted to put in the drop box. അതായത് VVPAT എണ്ണുന്നതിനെ കുറിച്ച് പറഞ്ഞാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് നമ്മുടെ മൗലിക അവകാശമാണ്. എന്ത്? നമ്മുടെ വോട്ടുകൾ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും അത് ആക്യുറേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നും ബോധ്യപ്പെടേണ്ടത് ഒരു പൗരൻ്റെ മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശം വെറും വിശ്വാസത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇവിടെ ഉണ്ട്. മൗലിക അവകാശങ്ങൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ കൂടെ പോലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ VVPAT എണ്ണാമോ എന്ന് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത് എന്തിനാ? ഇത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനോട് പ്രത്യേകിച്ചും VVPAT എണ്ണാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു രാജ്യം ആര് ഭരിക്കണം എന്നുള്ള കാര്യത്തിൽ ഈ VVPAT എണ്ണിയാൽ എന്താ സംഭവിക്കുക? ഇവിടെ വോട്ടിംഗ് മെഷീനിലൂടെ ഇലക്ഷൻ നേരത്തെ അങ്ങ് പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിച്ചോ? വേരിഫിക്കേഷന് വേണ്ടി എണ്ണുന്നതിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഒരു കൗണ്ടിംഗ് മെഷീൻ വെച്ച് എണ്ണുന്നതിൽ എന്താ പ്രശ്നം? ഇത്ര സുപ്രധാനമായ മൗലിക തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഇവിടെ കോടതികളും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല. അവർ പറഞ്ഞ ഒരു സാക്ഷ്യം രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ദൗത്യം തീരുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇതുപോലത്തെ സുപ്രധാനമായ കാര്യങ്ങളിൽ, മൗലിക അവകാശങ്ങളിൽ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഗോപീകൃഷ്ണൻ. പ്രധാനമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്ന EVM-ന്റെ കാര്യത്തിൽ ഇത് കീ അഗ്നോസ്റ്റിക് ആണെന്നാണ്. അതായത് ഒന്നാമത്തെ കീയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒന്നാമത്തെ കീ BJP-യുടെ ആണോ കോൺഗ്രസിൻ്റെ ആണോ CPM-ന്റെ ആണോ എന്ന് അതിനറിയില്ല. ഒന്നാമത്തെ കീക്ക് 1000 വോട്ട്, രണ്ടാമത്തെ കീക്ക് 500 എന്ന് മാത്രമേ മെഷീൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ VVPAT മെഷീൻ ഘടിപ്പിക്കുന്ന ഘട്ടം മുതൽ അത് കീ അഗ്നോസ്റ്റിക് അല്ല. അത് കോടതി തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നാമത്തെ കീയിൽ ഞെക്കുമ്പോൾ അവിടെ താമര ചിഹ്നം തെളിഞ്ഞു വരുന്നത്. ഒന്നാമത്തെ കീ താമരയ്ക്ക് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അതിനറിയാവുന്നത് കൊണ്ടാണ്. ശരി ശരി. അപ്പോൾ ഇത് ഇങ്ങനത്തെ സാങ്കേതിക കാര്യങ്ങൾ പരിശോധിക്കാതെ ഇതിങ്ങനെ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസത്തിലാണ് നമ്മൾ പോയി വോട്ട് ചെയ്യുന്നത്. മനസ്സിലായി.